നിസ്സംശയം പറയാൻ കഴിയും ഈ 3 മണ്ഡലങ്ങളിലും LDF തന്നെ വരും. നമുക്ക് പരിശോധിക്കാം. കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, പയ്യന്നൂർ എന്നീ മണ്ഡലങ്ങളെക്കുറിച്ച് കഴിഞ്ഞ 3 ഇലക്ഷനിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. കാഞ്ഞങ്ങാട് 2011 12,178 ലീഡോടുകൂടി LDF നേടിയത് 66,640 വോട്ടാണ്. UDF ആവട്ടെ 54,462, BJP 15,543. 2016 വന്നപ്പോൾ ലീഡ് ഉയർത്തി 26,011 ലീഡോടുകൂടി CPIM 80,558 വോട്ടും, UDF 54,547 വോട്ടും, BJP 21,104 വോട്ടും നേടി. 2021 വന്നപ്പോൾ ലീഡ് വീണ്ടും ഉയർത്തി 27,119 ലീഡോടുകൂടി CPIM 89,615 വോട്ടും, UDF 57,479 വോട്ടും, BJP 21,570 വോട്ടും നേടി. നിസ്സംശയം പറയാം, ഇവിടെ LDF തന്നെയാണ്. തൃക്കരിപ്പൂരിലും സമാനം തന്നെയാണ്. 2011 8,765 ലീഡോടുകൂടി CPM 67,871 വോട്ടും, UDF 59,106 വോട്ടും, BJP 5,450 വോട്ടുമാണ് നേടിയത്. 2016 13,959 ലീഡോടുകൂടി 79,286 വോട്ടും, UDF 62,327 വോട്ടും, BJP 10,767 വോട്ടുമാണ് നേടിയത്. 2021 വന്നപ്പോൾ CPIM കുത്തനെ ലീഡ് ഉയർത്തി 26,137 ലീഡോടുകൂടി 86,151 വോട്ടാണ് നേടിയത്. UDF ആവട്ടെ 60,014, BJP 10,961. ഇനി പയ്യന്നൂർ പരിശോധിച്ചാൽ 2011 32,124 ലീഡോടുകൂടി 78,116 വോട്ടാണ് LDF നേടിയത്. UDF ആവട്ടെ 45,992, BJP 5,019. 2016 വന്നപ്പോൾ ലീഡ് ഉയർത്തി CPIM 40,263 ലീഡോടുകൂടി 83,226 വോട്ടും, കോൺഗ്രസ് അതായത് UDF 42,963 വോട്ടും, BJP അവിടെ വോട്ട് ഉയർത്തിയിട്ടുണ്ട്. 15,341 വോട്ടാണ് BJP നേടിയത്. 2021 വന്നപ്പോൾ 49,780 ഭൂരിപക്ഷത്തോടെ 93,695 വോട്ടാണ് LDF നേടിയത്. UDF 43,915, BJP 11,308 വോട്ടും നേടി. ഈ 3 ഇടങ്ങളിലും LDF തന്നെ വരുമെന്ന് നിസ്സംശയം പറയാം. നിങ്ങളുടെ മണ്ഡലം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾക്ക് തീർച്ചയായും ഫോളോ ചെയ്യുക.